ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന ഫ്രഞ്ച് ടോസ്റ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് തരം പഴം വേണമെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം മിക്സാക്കിയ ശേഷം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ സൈഡെല്ലാം കളഞ്ഞിട്ടൊരു 6 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ബ്രെഡിൽ 3 ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബ്രെഡിൽ ഞാൻ കുറച്ച് ജാമാണ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത്. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് കവർ ചെയ്ത ശേഷം നമുക്ക് മറ്റൊരു ബ്രെഡ് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ അമൂലിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡെയറി സിറപ്പോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു ബ്രെഡും കൂടെ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ബ്രെഡിൽ ന്യൂട്ടല്ലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ടോസ്റ്റാണ്. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. ഇപ്പോൾ 3 ഫ്ലേവറിലുള്ള ഇത് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ അരച്ച് വെച്ച എഗ് ബാറ്ററിൽ ബ്രെഡ് നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഓരോ സൈഡും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിനെ വേണമെന്നൊന്നുമില്ല, നമുക്ക് നെയ്യിലോ അല്ലെങ്കിൽ സാധാ ഓയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് 4 മണി ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ എഗ് ബാറ്ററിൽ മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ രണ്ടാമത്തത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബ്രെഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടും കൂടിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.